ആദ്യമായി സിജി സൺഡേ കരിയർ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും മറ്റു സിജിയുടെ കരിയർ ഗൈഡുമാരെയും പ്രത്യേകം ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് സംസാരിക്കേണ്ടത് ജെഇ മെയിൻ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ജെഇ മെയിൻ പരീക്ഷ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അത് അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ജെഇ മെയിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾ പൊതുവെ ഇപ്പോൾ കുറച്ചൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് വെബ്സൈറ്റുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ചില ആളുകളെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുകയും അതിനൊരു വ്യക്തത കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് വളരെ ജനറലായി എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടോ നമുക്ക്? യെസ് കാണുന്നുണ്ട് സാറേ. ഓക്കെ, ശരി, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ജെഇ മെയിൻ 2026 ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് ജെഇ മെയിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ചില പ്രാഥമികമായ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഉണ്ടാവും. അതിൽ നമുക്ക് സിജിയുടെ ബാക്കി കരിയർ ഗൈഡുമാരൊക്കെ പലരും ഗ്രൂപ്പിലുണ്ട്, ഐ മീൻ ഈ മീറ്റിങ്ങിലുണ്ട്. അപ്പോൾ എല്ലാവരിൽ നിന്നും നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറുപടി പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ജെഇ മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ പണ്ടത്തെ പേര് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നായിരുന്നു. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, പ്ലാനിംഗ്, പ്രധാനമായും ഈ 3 കോഴ്സുകളിലെ പ്രവേശനത്തിന് വേണ്ടിയുള്ള അഡ്മിഷൻ മാനദണ്ഡമാണ് ജെഇ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജെഇ മെയിൻ വഴി നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുക, ആർക്കിടെക്ചർ പഠിക്കാൻ പോവുക, പ്ലാനിംഗ് പഠിക്കാൻ പോവുക, അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകം ഒന്ന് പറയേണ്ടതില്ല. നമുക്കറിയാം ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴി തുറക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്, ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് മേഖല നമ്മുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണ്. എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഒരു ടെക്നോളജി ഇല്ല. പുതിയ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന AI ആയാലും എന്ത് മാറ്റങ്ങളായാലും അതിൻ്റെയൊക്കെ പിന്നിൽ എൻജിനീയേഴ്സിൻ്റെ ഒരു കരവിരുതും അവരുടെ ഒരു സൂക്ഷ്മതയും അവരുടെ ഇടപെടലും ഒക്കെ ഉണ്ട്. ചിപ്പ് മേഖലയാണെങ്കിലും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആണെങ്കിലും മറ്റു കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിലും ബാക്കി എല്ലാ മേഖലയിലും എൻജിനീയേഴ്സിന് കൃത്യമായ റോൾ വഹിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള വളരെ വിശാലമായ കരിയർ സാധ്യതയാണ് എഞ്ചിനീയറിങ്ങിനുള്ളത്. ചിലപ്പോഴെങ്കിലും എഞ്ചിനീയർമാർ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ കാലത്ത് എഞ്ചിനീയേഴ്സിന് ജോലിയില്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ ഒരു വിമർശനം എഞ്ചിനീയറിംഗ് കോഴ്സിനെ കുറിച്ച് പൊതുവേ ഉണ്ട്. എന്നാൽ അത് നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിലൊരു വസ്തുത ഇല്ല എന്ന് മനസ്സിലാവും. കാരണം എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിനോ എഞ്ചിനീയറിംഗിൻ്റെ സ്കോപ്പിനോ സാധ്യതക്കോ ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷേ അത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരു എഞ്ചിനീയറായി വർക്ക് ചെയ്യാൻ കോമ്പിറ്റൻ്റ് ആയ രീതിയിലുള്ള ആളുകളാണോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ എഞ്ചിനീയേഴ്സ് അല്ലാത്തത് കൊണ്ട് പലപ്പോഴും ജോലിക്ക് കിട്ടാൻ പ്രയാസങ്ങൾ ഉണ്ടാവും, അവർക്കൊരു എൻട്രി കിട്ടാൻ പ്രയാസം ഉണ്ടാകുന്ന ഒരു വസ്തുതയാണ്. എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയറിംഗ് ആസ് എ കരിയർ അതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് 4 വർഷത്തെ പഠനം കൊണ്ട് മാത്രം തന്നെ നമുക്ക് വളരെ ചാലഞ്ചിങ് ആയ അല്ലെങ്കിൽ റിവാർഡിംഗ് ആയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലുണ്ട്. മറ്റു പല പ്രൊഫഷണൽ കോഴ്സുകളുടെയും പ്രശ്നം വളരെ നീണ്ട കാലം പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പം വേറെ ഏത് മേഖലയാണെങ്കിലും എടുത്തു നോക്കിയാൽ നമുക്ക് നീണ്ട കാലം പഠിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കിട്ടുമെന്നാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ഗ്ലോബൽ പോർട്ടബിലിറ്റി ഉണ്ട്. മറ്റു ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി വെച്ച് നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. ഒരു കേരളത്തിൽ നിന്നെടുത്ത എഞ്ചിനീയറിംഗ് ബിരുദമാണ്, അത് ഇവിടെ ഇന്ന സ്ഥലത്ത് പറ്റില്ല, അങ്ങനെ ഒരു സംഗതിയില്ല. പക്ഷേ എന്നാൽ ചില കോഴ്സുകൾക്ക് ഇപ്പോൾ മെഡിക്കൽ പഠനമൊക്കെ കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഒക്കെ പോയി ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ പരീക്ഷകൾ എഴുതണം. അവിടെ പ്രൊമെട്രിക് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. എന്നാൽ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് പൊതുവേ കാണാറില്ല. പിന്നെ ഓൺടർപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പൊക്കെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എഞ്ചിനീയേഴ്സായ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഓൺടർപ്രണറായ
നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അപ്പോൾ പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള സാധ്യതയുള്ള ജോലികൾ കണ്ടെത്താനും അങ്ങനെ പോകാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് എന്ന് ഓർക്കുക. എങ്ങനെയൊക്കെ പറഞ്ഞാലും നാളെ തൊട്ട് എല്ലാവരും എഞ്ചിനീയർമാരാവുക എന്നുള്ളത് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ അതിൻ്റേതായ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാവർക്കും പറ്റിയൊരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഫിസിക്സിലും മാത്തമാറ്റിക്സിലും നല്ല ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഉള്ളവർക്കാണ് എഞ്ചിനീയറിംഗ് സൂട്ട് ആവുക. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠനകാലത്ത് തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഹയർ ഓർഡർ മാത്തമാറ്റിക്സ് അവർക്ക് കാര്യമായി പഠിക്കാനുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷനും ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻ്റഗ്രേഷനും അങ്ങനെയുള്ള മാത്തമാറ്റിക്സിൽ കുറച്ച് സങ്കീർണമെന്ന് പറയാവുന്ന കാര്യങ്ങൾ പഠനരംഗത്ത് കാര്യമായി അവർക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അനാലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നല്ലോണം ഉള്ളവർക്കാണ് എഞ്ചിനീയറിംഗ് സൂട്ട് ആവുക. ലോജിക്കൽ തിങ്കിങ് വേണം. അതുപോലെ ഡീറ്റെയിൽസിലേക്കുള്ള അറ്റൻഷൻ വേണം. എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സ്കില്ലുള്ളവർക്ക് കുറേ കൂടി സ്യൂട്ടാവും. പിന്നെ നല്ല കുറച്ച് ക്രിയേറ്റീവ് ആയ ആളുകൾക്കാണ് അത് കുറേ കൂടി സ്യൂട്ടാവുക. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽ. എഞ്ചിനീയർ എന്ന നിലയ്ക്ക് അയാൾ ചെയ്യുന്ന ജോലിയെ ഒറ്റ വാക്ക് പറഞ്ഞാൽ അതൊരു പ്രോബ്ലം സോൾവറാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരുപാട് പ്രോബ്ലംസ് ഒരു ഡേ ടു ഡേ ബേസിലുണ്ടാവും. ഈ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്ത് അതിന് ഏറ്റവും സ്യൂട്ടബിളായ വളരെ കുറച്ച് റിസോഴ്സസ് ഉപയോഗിച്ച്, വളരെ കുറച്ച് സമയം ഉപയോഗിച്ച്, വളരെ കുറച്ച് പണം ഉപയോഗിച്ച്, വളരെ കുറച്ച് മാൻ പവർ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എഞ്ചിനീയറിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത്. ആ എഞ്ചിനീയറിംഗ് ചാലഞ്ച് കൃത്യമായി നിർവഹിക്കുന്ന ആൾ നല്ലൊരു പ്രോബ്ലം സോൾവറാണ്, നല്ലൊരു എഞ്ചിനീയർ ആണെന്ന് പറയാം. അപ്പോൾ ഏത് മേഖലയിലായാലും ഒരു എഞ്ചിനീയറുടെ ജോലിയെ നമുക്ക് ഒറ്റ വാക്ക് പറയാൻ പറ്റിയ ഇസ് എ പ്രോബ്ലം സോൾവർ. അപ്പം പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉള്ള ആളുകൾക്കാണ് അത് കുറേ കൂടി നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുക. പിന്നെ നല്ല ടീം പ്ലെയർ ആയിരിക്കണം ഒരു എഞ്ചിനീയർ. വിവിധ ഡിസിപ്ലിനുകളുമായി കോർഡിനേറ്റ് ചെയ്യണം അവർ. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടതുണ്ട്. പിന്നെ കൊളാബറേറ്റീവ് രീതിയിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമുക്കൊരു ടീം പ്ലെയർ ആകുമ്പോൾ വേണ്ട ഏറ്റവും ആവശ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുപോലെ നല്ല ടെക്നിക്കൽ നോളജും വേണം. നമ്മൾ പഠിക്കുന്ന ജോലി ചെയ്യുന്ന മേഖല ഏതായാലും, ഏത് ഫീൽഡിലെ എഞ്ചിനീയർ ആയാലും അവർക്ക് ആ ഫീൽഡിലെ ഒരു അവസാന വാക്ക് എന്ന് പറയാവുന്ന രീതിയിൽ വളരെ ഇൻഡെപ്ത് നോളജ് ഉള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് കരിയറിൽ കൂടുതൽ മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ഡേ ടു ഡേ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇന്നലെ പഠിച്ചതോ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചോ കാര്യങ്ങളോ ഇന്ന് ചിലപ്പോൾ വർക്കിംഗ് പ്ലേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് പുതിയ കാലത്തിനനുസരിച്ച് പുതിയ പാഠങ്ങൾ വേണ്ടി വരും, പുതിയ അപ്ഡേറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് നന്നായി ഷൈൻ ചെയ്യാൻ പറ്റുക. എന്ന് പറഞ്ഞ് ഇതൊന്നും ഇല്ലാത്തവർ ഒരു 0% ക്വാളിറ്റിയുള്ള എഞ്ചിനീയർ ആണെന്നൊന്നും അർത്ഥമില്ല. അവർക്കും ഒരു ആവറേജ് ലെവലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ എക്സൽ ചെയ്യണമെങ്കിൽ ഇത്തരം ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒന്ന് എഞ്ചിനീയറിംഗ് പഠനത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമുക്ക് നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ഉണ്ട്, കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടികൾ വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇന്ത്യയിൽ മെഡിക്കൽ പഠനം ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് രീതിയിലെ പരീക്ഷകൾ എഴുതേണ്ട കാര്യമില്ല. അവർ നീറ്റ് എന്നൊരു എക്സാം എഴുതിയാൽ എവിടെയും അവർക്ക് മെഡിക്കൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യാം, ഇന്ത്യക്കകത്തും പുറത്തും. എന്നാൽ എഞ്ചിനീയറിംഗിൻ്റെ കേസ് അങ്ങനെയല്ല. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം ഏതാണെന്നുള്ളതിനനുസരിച്ച് അവിടുത്തെ നടപടിക്രമങ്ങൾ, അഡ്മിഷൻ രീതികൾ, എൻട്രൻസ് എക്സാംസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു JEE പരീക്ഷ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഗവൺമെൻറ് കോളേജിലോ സെൽഫ് ഫൈനാൻസിങ് കോളേജിലോ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി JEE മെയിൻ എഴുതിയതുകൊണ്ട് ആ അർത്ഥത്തിൽ അയാൾക്ക് പ്രയോജനമില്ല. അയാൾക്ക് കേരളത്തിലെ എൻട്രൻസ് ആണ് എഴുതേണ്ടത്. ഇനി അതല്ല വേറെ ഏതെങ്കിലും പുറത്തുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജോ ഡീംഡ് യൂണിവേഴ്സിറ്റീസോ പ്രൈവറ്റ് കോളേജസോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളിലൂടെ പോകണം. എന്നാൽ മാത്രമേ നമുക്കവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില എൻട്രൻസുകൾ നോക്കൂ. JEE മെയിൻ ആണ് ഒന്ന് പറഞ്ഞത്. പിന്നെ JEE അഡ്വാൻസ് മറ്റൊരു പരീക്ഷയാണ്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ട്, ക്യുസാറ്റിൻ്റെ എൻട്രൻസ് ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എൻട്രൻസ് ഉണ്ട്, ബിറ്റ്സാറ്റ് ഉണ്ട്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, പിന്നെ IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ഉണ്ട്,
അതുപോലെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി നമുക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാം. പിന്നെ ആർക്കിടെക്ചർ പ്രവേശനത്തിന് നാറ്റ എന്നൊരു എൻട്രൻസ് ഉണ്ട്. പിന്നെ പ്രൈവറ്റ് എൻട്രൻസ് എക്സാംസ്, പല പ്രൈവറ്റ് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അതുപോലെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേറെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൃത്യമായി വേണം. ഇനി നമ്മൾ ഇതിൽ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സമയത്ത്, പ്രത്യേകിച്ച് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ഒക്കെ അഡ്മിഷൻ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സൺഡേ ഓൺലൈൻ സെഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് JEE എന്ന് പറയുന്ന ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പരീക്ഷയെക്കുറിച്ചാണ്. ഈ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് NITയിലേക്കും IIIT NIT എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ ശ്രദ്ധേയമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുപോലെ IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ CFTI സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ. ഇങ്ങനെ 3 കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കാണ് നമുക്ക് ഈ JEE മെയിൻ വഴി പ്രവേശനം കിട്ടുക. അപ്പോൾ JEE മെയിൻ 3 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1, പേപ്പർ 2A ആൻഡ് പേപ്പർ 2B. പേപ്പർ 1 എന്ന് പറയുന്നത് BTech കോഴ്സുകളിലേക്ക്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എൻട്രൻസ് ആണ്, പേപ്പറാണ് പേപ്പർ 1. അത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, ചില സ്ഥലത്ത് ഇൻ്റഗ്രേറ്റഡ് MTech കോഴ്സുകൾ, അതുപോലെ ഡുവൽ ഡിഗ്രി കോഴ്സുകളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് വേണ്ടത് പേപ്പർ 1 ആണ്. ഇനി ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിന് BArch പ്രോഗ്രാമിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പേപ്പർ 2A ആണ് എഴുതേണ്ടത്. അപ്പോൾ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2A ആണ്. എന്നാൽ ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് പ്രോഗ്രാമിന് ആഗ്രഹിക്കുന്നവർ പേപ്പർ 2B ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിനാണ് NITയിലൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട, പേപ്പർ 1 എഴുതേണ്ട കാര്യമില്ല, പേപ്പർ 2B എഴുതേണ്ട കാര്യമില്ല. അവർ പേപ്പർ 2A ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കാം. പിന്നെ ഈ എഞ്ചിനീയറിംഗ് JEE മെയിൻ പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത 2 സെഷനുകളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. 2 സെഷൻസ് ഉണ്ട് എല്ലാ വർഷവും. അതിൽ ഏറ്റവും നല്ല സ്കോറാണ് കൺസിഡർ ചെയ്യുക. ആദ്യത്തെ എക്സാമിന് നമുക്ക് കുറച്ച് സ്കോർ കുറവാണെങ്കിൽ രണ്ടാമത്തെ എക്സാമിന് കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് എക്സാമിന് സ്കോർ കൺസിഡർ ചെയ്യും. പലപ്പോഴും തിരിച്ചുണ്ടാവാറുണ്ട്. ആദ്യ സെഷനിൽ നല്ല സ്കോർ കിട്ടുകയും രണ്ടാമത്തെ സെഷനിൽ സ്കോർ കുറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യ സെഷനിലെ സ്കോർ പരിഗണിക്കും. അപ്പോൾ ഈ സെഷൻ 1 എന്ന് പറയുന്ന പരീക്ഷ നടക്കുന്നത് 2026 ജനുവരി 21 to 30, ജനുവരി 21 മുതൽ 30 വരെയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വളരെ ശ്രദ്ധിക്കണം. ഈ 27 നവംബറാണ്, ഈ മാസം 27നാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക. ഒരു ഇന്ത്യൻ ടൈമാണ് കൊടുത്തത്, 11:50 വരെ, 27 നവംബർ അർദ്ധരാത്രി വരെയാണ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ളത് നല്ല ശ്രദ്ധിക്കണം, സമയം നാട്ടിലെ സമയമാണെന്നുള്ളത് ഓർക്കുക. പിന്നെ സെഷൻ 2 എക്സാം ഏപ്രിൽ 2 മുതൽ 9 വരെയാണ്. അത് ജനുവരി അവസാനം അത് അപ്ലൈ ചെയ്യേണ്ട സമയമാണ് ഉള്ളത്. അതിൻ്റെ വെബ്സൈറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ jemain.nta.nic.in ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ ഒരു പേപ്പറുകളെ കുറിച്ച് അറിയാം. പേപ്പർ 1 BA or BTech, പേപ്പർ 2A BArch, അതുപോലെ പേപ്പർ 2B ബാച്ചിലർ ഓഫ് പ്ലാനിങ്. 3 മണിക്കൂറാണ് ഉള്ളത്. അത് ഫസ്റ്റ് ഷിഫ്റ്റും ആവാം, സെക്കൻഡ് ഷിഫ്റ്റും ആവാം. ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 9 മണി മുതൽ 12 മണി വരെയാണ് സമയം വരിക. സെക്കൻഡ് ഷിഫ്റ്റ് എന്നാൽ 3 മുതൽ 6 വരെയാണ്. നമുക്ക് ഏത് ഷിഫ്റ്റിൽ ഏത് ദിവസമാണ് എക്സാം എന്ന് ഇപ്പം പറയാൻ കഴിയില്ല. അത് ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു ഷിഫ്റ്റിലായിരിക്കും വരിക. പിന്നെ ഫീസ്, എക്സാമിൻ്റെ ഫീസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ജനറൽ വിഭാഗത്തിൽ ആൺകുട്ടികൾക്ക് 1000 രൂപയും പെൺകുട്ടികൾക്ക് 800 രൂപയാണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് പരീക്ഷ ആഗ്രഹിക്കുന്ന സെൻറ്റർ ആഗ്രഹിക്കുന്നവർക്ക് അത് യഥാക്രമം 5000, 4000 ഒക്കെയാണ്. അത് OBC റിസർവേഷൻ ഇങ്ങനെ OBC EWS കാറ്റഗറിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ പ്രോസ്പെക്ട് നോക്കിയാൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2026 ജനുവരി എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവസരമാണുള്ളത്. അതാണ് ഇപ്പോൾ നവംബർ ലാസ്റ്റ് വരെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ ഏപ്രിലാണ് പരീക്ഷ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള സമയം ജനുവരി അവസാനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു കാൻഡിഡേറ്റ് ഒന്നിലധികം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യപ്പെടും. നമുക്ക് നമ്മുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോകും. അപ്പം അണ്ടർ എനി സർക്കംസ്റ്റൻസസ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ വോണ്ട് ബി അക്സെപ്റ്റഡ്. അത് കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. പിന്നെ നമുക്ക് 2026 ഏപ്രിലിൽ നടക്കുന്ന സെഷനിൽ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ആ സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് പൈസ അടക്കാവുന്നതാണ്. പിന്നെ സെഷൻ 2 മാത്രമാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അപ്പോൾ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ്.
പിന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ പേജ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഈ പേജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാവുക. ചില ആളുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു, അങ്ങനെയാണ് അവിടെ നിർത്തും. അങ്ങനെ പാടില്ല. അതിന് കൺഫർമേഷൻ പേജ് ജനറേറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ആപ്ലിക്കേഷൻ പൂർത്തിയാകുക എന്നുള്ളത് ഓർക്കുക. പിന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഞാനത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. 3 സ്റ്റെപ്പുകളായിട്ടാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉള്ളത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 1 ഈസ് ദ രജിസ്ട്രേഷൻ ഫോം, സ്റ്റെപ്പ് 2 ആപ്ലിക്കേഷൻ ഫോം, സ്റ്റെപ്പ് 3 ഫീ പേയ്മെൻറ്റ്. ഈ സ്റ്റെപ്പ് 1, 2, 3 മൂന്നും ഒറ്റ ഇരിപ്പിന് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് സ്റ്റെപ്പ് 1 ചെയ്ത് പിന്നെ റിലാക്സ് ചെയ്ത് മറ്റൊരു സമയത്ത് ചെയ്യാം. സ്റ്റെപ്പ് 2 പിന്നീട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നവംബർ 27 മുമ്പ് പൂർത്തിയാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും അവസാന ദിവസങ്ങളിലേക്ക് വെക്കാതിരിക്കുക. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അവസാന ദിവസങ്ങളിൽ നമുക്ക് സൈറ്റ് ജാം ആവുന്ന പ്രശ്നങ്ങൾ പല രീതികളിൽ ഉണ്ടാവും. നമുക്ക് SMS കിട്ടാത്ത പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെക്കേണ്ടതുണ്ട്. നമ്മൾ ലേറ്റർ സ്റ്റേജിലേക്ക് വെക്കരുത്. ഈ ഒരു നവംബർ 20, 22 ഒക്കെ മുന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് 9 അല്ലേ, അപ്പോൾ ഇനി അടുത്തൊരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ അത് കൃത്യമായി ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ അത് ചെയ്ത് തുടങ്ങേണ്ടത് നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം. പലപ്പോഴുള്ളൊരു വിഷയം 2025 ജെഇ മെയിൻ പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടാവും. അവർ ആ ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. 2025 രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് പൂർണ്ണമായും നമ്മൾ മറക്കുകയും 2026 പുതിയ രീതിയിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തണം. 2026 ഒരിക്കൽ രജിസ്ട്രേഷൻ നടത്തിയാൽ വീണ്ടും മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ ഒരിക്കലും നടത്തരുത്. അങ്ങനെ നടത്തിയാൽ നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കും എന്നുള്ളത് ഒന്ന് ഓർക്കുക. പിന്നെ ഇങ്ങനെ പോയി നമുക്ക് അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് അത് പൂർണ്ണമായി വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അതിൽ കുറേ കാര്യങ്ങൾ പുതുതായി ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ച് ചെയ്യുന്നത് നന്നാവും. അങ്ങനെ ശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ട്. ഇവിടെ ടിക്ക് ചെയ്യണം. ഐ ഹാവ് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ജെഇ മെയിൻ 2026 റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ആൾ ദി ഇൻസ്ട്രക്ഷൻസ് ദെയറിൻ. അങ്ങനെയൊക്കെയുള്ള ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് ആയിട്ട് മുന്നോട്ട് പോകാം. പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് പേപ്പർ 1. പേപ്പർ 2A എന്ന ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിന് മാത്തമാറ്റിക്സ് അതാണ് പാർട്ട് 1-ലുള്ളത്. പാർട്ട് 2 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പിന്നെ അത് കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണ്. പിന്നെ ഡ്രോയിങ് ടെസ്റ്റ് ഉണ്ട്. പെൻ ആൻഡ് പേപ്പർ മോഡ്, ഓഫ്ലൈൻ മോഡാണ്. പാർട്ട് പേപ്പർ 2B എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പ്ലാനിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണ്. അത് കമ്പ്യൂട്ടർ മോഡാണ്. ഇതിൽ ഡ്രോയിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ ആണെന്നുള്ളത് ഓർക്കുക. ഈ പേപ്പർ 2A കേട്ടോ. പിന്നെ എലിജിബിലിറ്റി നമുക്കറിയാം. ജെഇ മെയിൻ പരീക്ഷ എഴുതാൻ പ്രത്യേകിച്ച് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഏത് പ്രായമുള്ളവർക്ക് എഴുതാം. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഡ്മിഷൻ നടത്തുമ്പം അതിൻ്റേതായ സ്ഥാപനങ്ങൾ വെക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവും. എന്നാൽ പരീക്ഷ എഴുതാൻ പ്രായത്തിൻ്റെ നിബന്ധനയില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12th എക്സാം 2024, 2025 അല്ലെങ്കിൽ 2026 അപ്പിയർ ചെയ്യുന്നവരായിരിക്കണം. 3 ചാൻസാണ് ഒരാൾക്ക് ജെഇ മെയിൻ എഴുതാൻ ഉണ്ടാവുക. നമുക്ക് നീറ്റിനൊക്കെ ഇൻഫിനിറ്റ് ചാൻസാണ്. നമുക്ക് എത്ര തവണയും പരീക്ഷ എഴുതാം. അങ്ങനെയുള്ള ഒരു ചാൻസ് ജെഇ മെയിൻ ഇല്ല. നമുക്ക് ഇപ്പം 2026 +2 പരീക്ഷ എഴുതുന്നവർക്ക് എഴുതാം. അതുപോലെ 2025 പരീക്ഷ എഴുതിയവർക്ക് എഴുതാം. 2024 +2 പരീക്ഷ എഴുതിയവർക്ക് എഴുതാം. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സബ്ജക്ട്സ്, ഏത് സബ്ജക്റ്റ് പഠിച്ചവർക്കാണ് എഴുതാൻ പറ്റുക? എല്ലാവർക്കും എഴുതാൻ പറ്റിയൊരു പരീക്ഷയല്ല ജെഇ മെയിൻ. എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആഗ്രഹിക്കുന്നവർ, ബിടെക് പ്രോഗ്രാം ആഗ്രഹിക്കുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നിവ കമ്പൽസറി വിഷയങ്ങളായും പിന്നെ കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോളജി, ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട്സ് ഏതെങ്കിലുമൊക്കെ പഠിച്ച ആളുകൾക്ക് ബിടെക് പ്രോഗ്രാമിന് പോവാം. അതുപോലെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിനാണെങ്കിൽ +2 മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉള്ള വിഷയങ്ങൾ പഠിച്ച ആളുകൾക്കാണ് ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിന് പോവുക. ബാച്ചലർ ഓഫ് പ്ലാനിംഗ് ആണെങ്കിൽ ഏതെങ്കിലും +2 മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ബാച്ചലർ ഓഫ് പ്ലാനിംഗ് പ്രോഗ്രാമിനും പോകാൻ പറ്റുമെന്നുള്ളതാണ് ഓർക്കേണ്ടത്. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഈ രീതിയിൽ പോയി നമ്മൾ മുന്നോട്ട് പോവാണ്. രജിസ്ട്രേഷന് മുന്നേ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒന്ന്, സ്കാൻഡ് ഇമേജ് ഓഫ് ദ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ലൈവ് ക്യാപ്ചറിങ് ഓഫ് ഫോട്ടോ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. നമ്മുടെ ഫോട്ടോ നമ്മുടെ വെബ് ക്യാം വെച്ച് ലൈവായി ഫോട്ടോ എടുക്കുന്ന ഒരു രീതിയുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾ ഓർക്കുക. പിന്നെ ഫോട്ടോഗ്രാഫിനൊക്കെ ചില നിബന്ധനകളുണ്ട്. അതിന് സൈസ് KB എത്ര വേണം എന്നൊക്കെ അതിൻ്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. 80% ഓഫ് ദ ഫേസ് കവർ ചെയ്യണം. ചെവിയൊക്കെ കാണുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കണം. അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ പിന്നെ സ്കാൻ ചെയ്ത് വെക്കണം.
അതുപോലെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, നമ്മുടെ SSLC 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. പിന്നെ 2 മൊബൈൽ നമ്പേഴ്സും 2 ഇമെയിൽ അഡ്രസ്സും വേണം. 2 മൊബൈൽ നമ്പർ, വ്യത്യസ്തങ്ങളെ മൊബൈൽ നമ്പറും 2 ഇമെയിൽ അഡ്രസ്സും വേണം. അതിലേക്കാണ് OTP വരിക. മൊത്തം 4 OTP നമുക്ക് കിട്ടും. ഈ OTP വരുമ്പം ചെറിയ പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. OTP മെസ്സേജസ് കിട്ടുന്നില്ല. അതിന് സന്ദേശ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി നമുക്ക് മെസ്സേജസ് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സന്ദേശ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ മെസ്സേജ് വരുന്ന രീതിയുണ്ട്. അത് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. EWS സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് നമ്പറാണ് കൊടുക്കേണ്ടത്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലേ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. അതുപോലെ OBC NCL സർട്ടിഫിക്കറ്റ്, OBC NCL എന്ന ഒറ്റ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അത് ഇന്നലെ ആരാൻ്റെ അടുത്ത് ചോദിച്ചു, OBC സർട്ടിഫിക്കറ്റ് വേറെ, NCL സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ല. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, താലൂക്ക് ഓഫീസിൽ നിന്നുള്ള OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ SC ST കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റുകൾക്ക് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതില്ല, അതിൻ്റെ നമ്പർ കൊടുത്താൽ മതി. പിന്നെ PWD സർട്ടിഫിക്കറ്റ്, നമ്മൾ ഡിഫറൻഷ്യലി ഏബിൾ ആയ ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്ക് ഓൺലൈനായി പേയ്മെൻറ്റ് നടത്താനുള്ള ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം ഉള്ളത് വേണം ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ അതായാലും മതി. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താൻ ഉള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഒരുക്കി വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജെയ് മെയിൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു സംഭവം ലൈവ് ക്യാപ്ചറിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ ഇതിൽ വെബ് ക്യാം വെച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കുള്ള ക്യാമറ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ക്യാപ്ചർ ഓപ്ഷൻ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ടത് പ്രോപ്പറായി സേവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിന് നമുക്ക് വെബ് ക്യാം ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട QR കോഡ് സ്കാൻ ചെയ്തിട്ട് മൊബൈലിൽ വെച്ച് നമുക്ക് ഫോട്ടോ വെച്ച് അപ്ലോഡ് ചെയ്താലും മതി. അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ള QR കോഡ് വെച്ച് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ ഒരു ഫോട്ടോ ക്യാപ്ചറിങ് എന്ന് പറയുന്നത് പുതുതായി വന്നൊരു ഫീച്ചറാണ്. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എക്സാമിൻ്റെ പാറ്റേൺ, പേപ്പർ 1 ബിടെക്കിന് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയുമാണ് അതിൽ സബ്ജക്റ്റുകൾ. അത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നെ ന്യൂമറിക്കൽ വാല്യൂ ആൻസർ വരുന്ന സംഖ്യകൾ ഉത്തരമായി വരുന്ന ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ 20 MCQയും 10 ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. 3 മണിക്കൂറാണ്, 300 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. പേപ്പർ 2 ഫിസിക്സിന് 20 MCQയും 10 ന്യൂമറിക്കലും. പേപ്പർ 3 കെമിസ്ട്രി 20 MCQ 10 ന്യൂമറിക്കൽ. ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്സിനും കെമിസ്ട്രിക്കും പേപ്പർ 1 ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഒരേ വെയിറ്റേജ് ആണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്, ക്വസ്റ്റ്യൻ്റെ നമ്പർ അടിസ്ഥാനത്തിലുള്ളത്. മൊത്തം ഈ 300 മാർക്കിനാണ് ഇതുള്ളതെന്ന് ഓർക്കുക. പിന്നെ പേപ്പർ 2 ആണ്, ആർക്കിടെക്ചറിനാണ് മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഡ്രോയിങ് ടെസ്റ്റുമാണ് നമ്മൾ പറഞ്ഞു. അതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 50 MCQ ഉണ്ട്. പിന്നെ മാത്തമാറ്റിക്സിനാണ് 20 MCQ 10 ന്യൂമറിക്കൽ വാല്യൂ ആണുള്ളത്. പിന്നെ ഡ്രോയിങ് ടെസ്റ്റിന് 2 ക്വസ്റ്റ്യനാണ്, ഓരോന്ന് 50 മാർക്ക് വീതമാണുള്ളത്. ഡ്രോയിങ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും, അതിലാണത് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പറഞ്ഞു മാത്തമാറ്റിക്സ് ആണ് 20-25 ക്വസ്റ്റ്യൻ. അതുപോലെ ഫിസിക്സ് 20+5 25 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 20+5 25 ക്വസ്റ്റ്യൻ. മൊത്തം 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ 100 മാർക്ക് വീതം 300 മാർക്കാണ് ജെയ് മെയിൻ പേപ്പർ 1ൻ്റെ ടോട്ടൽ മാർക്ക്. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് പരീക്ഷയ്ക്കുള്ളത്. എന്നാൽ പേപ്പർ 2A-യും പേപ്പർ 2B-യും ഒരുമിച്ച് അപ്പിയർ ചെയ്യുന്ന ഒരാളാണ്. പേപ്പർ 2A-യും 2B-യും അപ്പിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 3 മണിക്കൂർ 30 മിനിറ്റാണ് അയാൾക്ക് സമയം ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി എന്നൊരു സംഭവം ഫില്ല് ചെയ്യാനുണ്ട്. സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് സ്റ്റേറ്റിലാണ് എക്സാം +2 എക്സാം എഴുതുന്നത്, അതാണ് നമ്മുടെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ പഠിച്ചത്, നമ്മുടെ സ്ഥലം എവിടെയാണ് എന്നതിനെ കുറിച്ചല്ല അത് ചോദിക്കുന്നത്. നമ്മൾ എവിടെയാണ് +2 എക്സാം എഴുതുന്നത്, അത് അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി. ഒരു സ്റ്റേറ്റിൽ നിന്ന് +2 എക്സാം എഴുതുന്നത് വേറെ സ്ഥലത്ത് നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയാൽ ഏത് സ്റ്റേറ്റിനാണ് നമ്മൾ പരീക്ഷ എഴുതിയത്, ഫസ്റ്റ് എക്സാം എഴുതിയത്, അതാണ് സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ചോയ്സ് സിറ്റി നമ്മൾ എക്സാമിന് 4 സിറ്റീസ് സെലക്ട് ചെയ്യണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ സെൻറ്ററുവാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ്, നമ്മൾ കേരളത്തിൽ അഡ്രസ്സ് കൊടുക്കണം. നമുക്ക് പ്രസൻറ്റ് അഡ്രസ്സ് ഉണ്ട്, പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ട്. അത് രണ്ടും കേരളയിൽ കൊടുത്താൽ നമുക്ക് കേരളയിൽ ഏത് ജില്ലയും സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ എക്സാം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് കൊടുക്കണം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഗൾഫിലൊക്കെ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്.
ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. സൗദി അറേബ്യയിലുണ്ട്, ദുബായിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിൽ, ഒമാനുണ്ട്, അതുപോലെ കുവൈത്ത്, എല്ലാ രാജ്യത്തുണ്ട്. അവിടെയൊക്കെ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ പ്രസന്റ് അഡ്രസ്സോ അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ്സോ ഏതെങ്കിലും ഒന്ന് അവിടുത്തെ അഡ്രസ്സ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ സെൻറ്റർ സെലക്ട് ചെയ്യാൻ പറ്റുക. രണ്ട് എക്സാം ഉള്ളതുകൊണ്ട് ഒരു എക്സാം നാട്ടിലും ഒരു എക്സാം ഗൾഫിലും ആണെങ്കിൽ പ്രസന്റ് അഡ്രസ്സ് ഗൾഫിലെ അഡ്രസ്സ് കൊടുക്കുക, പ്രസന്റ് അഡ്രസ്സ് നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക, പെർമനന്റ് അഡ്രസ്സ് നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ രണ്ട് സ്ഥലത്തും എക്സാം എഴുതാനുള്ള ഓപ്ഷൻ കിട്ടും. ഐ മീൻ ഒരു സെഷന് ഒരു സ്ഥലത്തും രണ്ടാമത്തെ സെഷൻ മറ്റൊരു സ്ഥലത്തും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ നമ്മളിതിൻ്റെ അഡ്മിഷൻ രീതികളെക്കുറിച്ച് പറഞ്ഞു. ഈ ജെഇ മെയിൻ എന്ന് പറഞ്ഞാൽ NIT പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. NIT എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇന്ത്യയിൽ 31 NIT-കളാണുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതിൽ കേരളത്തിലുള്ള NIT കാലിക്കറ്റ് അത്യാവശ്യം പോപ്പുലറായ ഒരു NIT ആണ്. ഏറ്റവും ഫസ്റ്റിൽ വരുന്ന ഒരു NIT അല്ല, എന്നാൽ പോലും നല്ല റാങ്കിങ്ങുള്ള NIT ആണ് കാലിക്കറ്റ് NIT. അതിൻ്റെ അഡ്മിഷൻ ജെഇ മെയിൻ വഴിയാണ്. ജെഇ മെയിനിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് NIT-യിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് ഓർക്കുക. അപ്പോൾ NIT കാലിക്കറ്റിൽ അവിടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ബയോടെക്നോളജി ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാം ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് നമുക്ക് NIT കാലിക്കറ്റ്. നമ്മുടെ കേരളത്തിലൊരു NIT എന്നുള്ളത് നമുക്ക് അതിന് കുറച്ചൊരു പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ബെസ്റ്റ് NIT എന്ന് പറഞ്ഞാൽ NIT ട്രിച്ചി, സൂറത്കൽ, വാറാങ്കൽ, റൂർക്കേല, കാലിക്കറ്റ് 5ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തൊക്കെയാണ് സാധാരണ വരാറുള്ളത്. അങ്ങനെ ഓർത്ത് വെക്കുക. NIT-യിലെ സീറ്റുകളുടെ എണ്ണം നമുക്ക് ഏറെക്കുറെ പറയാൻ കഴിയും. NIT ട്രിച്ചിയിലെ സീറ്റുകളുടെ എണ്ണം കിട്ടി. അതുപോലെ സൂറത്കൽ, ഓരോ NIT-ക്കും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് താല്പര്യമുള്ളവർ മനസ്സിലാക്കുക. അതിപ്പോൾ ഏത് NIT-യിലാണ് പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഏതാണ് നല്ല NIT എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞ NIT ട്രിച്ചി, അവിടെ 1000-ലെ മേലെ സീറ്റുകളുണ്ട്. നല്ല പ്ലേസ്മെൻ്റ് ഉള്ളൊരു NIT ആണ്. ഇൻഡസ്ട്രി ആയിട്ട് കൊളാബറേഷൻ നന്നായിട്ടുണ്ട് NIT തൃശ്ശാപ്പള്ളി, ട്രിച്ചി. അതുപോലെ NIT സൂറത്കൽ കർണാടകയിലാണ്. അവിടെ 782 സീറ്റുകളാണ് UG സീറ്റുകൾ ഉള്ളത്. അവിടെ CS ആൻഡ് EC ബ്രാഞ്ച് നല്ലതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അലുമിനി നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ റൂർക്കേല ഒരു NIT ഉണ്ട്. അവിടെ 1065 സീറ്റുകളാണുള്ളത്. അതുപോലെ NIT വാറാങ്കൽ, അവിടെ തെലങ്കാനയിലെ NIT വാറാങ്കലിൽ നമുക്ക് 800 ചില്ലാനം NIT-കളുണ്ട്, സീറ്റുകളുണ്ട്. അതുപോലെ NIT കാലിക്കറ്റ് ഉണ്ട്. നമുക്ക് പറഞ്ഞ പോലെ NIT കാലിക്കറ്റിൽ ഒരു 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ നമുക്ക് കണക്കാക്കാം. അവിടുത്തെ സീറ്റുകളുടെ എണ്ണം ഒക്കെ നമുക്ക് നോട്ട് ചെയ്തിട്ട്, അവിടെ ചെറിയ പ്രത്യേകതകളുണ്ട്. NIR സ്കോറൊക്കെ നല്ല സ്കോറുള്ള NIT ആണ്. പിന്നെ NIT ജയ്പൂർ, നാഗ്പൂർ, കുരുക്ഷേത്ര, ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട NIT-കൾ പലതുണ്ട്. 31 NIT-കൾ ഉണ്ടെങ്കിലും ഏറ്റവും പോപ്പുലറായ NIT-കൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞു IIITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അത് IIIT 26 IIIT-കളാണുള്ളത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് പല IIIT-കളും ഉള്ളത്. അത് IIIT കോട്ടയം കേരളത്തിലെ പ്രധാനപ്പെട്ട IIIT ആണ്. ഇത് മെയിനായി എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തന്നെയാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് IIIT-യിൽ നമുക്ക് പഠിക്കാൻ പറ്റുക. അത് ഓർത്ത് വെക്കുക. IIIT ഹൈദരാബാദും IIIT ബാംഗ്ലൂരും അതിന് അഡ്മിഷൻ പ്രോസസ്സ് വേറെ രീതിയിലാണ്. അത് ജെഇ മെയിൻ വഴി തന്നെയാണ്. പക്ഷേ ജോസ എന്ന് പറയുന്നത് ഇതിൻ്റെ കോമൺ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമല്ല. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ IIIT കോട്ടയത്ത് നമ്മൾ പറഞ്ഞു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി. അപ്പോൾ സൈബർ സെക്യൂരിറ്റിക്ക് UG-യിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് IIIT കോട്ടയം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ AI ആൻഡ് ഡാറ്റാ സയൻസ് സ്പെഷ്യലൈസേഷനുള്ള കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് IIIT കോട്ടയത്ത്. ഇങ്ങനെ പല ഓപ്ഷനുകളും നമുക്ക് പഠിക്കാൻ IIIT കോട്ടയം സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ജെഇ മെയിൻ വഴി അഡ്മിഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു എല്ലാ NIT-യിലേക്കും IIIT-യിലേക്കും അഡ്മിഷൻ ഉണ്ട് എന്നതിന് പുറമെ വേറെയും സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് ജെഇ മെയിൻ ഉപയോഗിക്കുന്നുണ്ട്. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ ബിടെക് അഡ്മിഷൻ ജെഇ മെയിൻ വഴിയാണ്. അതുപോലെ ഇന്ത്യൻ നേവിയിലെ +2 ബിടെക് കേഡറ്റ് എൻട്രി സ്കീമുണ്ട്. +2 ബിടെക് കേഡറ്റ് എൻട്രി സ്കീം നമുക്ക് ജെഇ മെയിൻ സ്കോർ വഴിയാണ്. അതുപോലെ ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീമുണ്ട്. +2 ടെക്നിക്കൽ എൻട്രി സ്കീമും ജെഇ മെയിൻ വഴിയാണ്. നാഗ്പൂരിലെ ഫയർ എഞ്ചിനീയറിംഗ്, ഇന്ത്യയിൽ തന്നെ ഫയർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഗ്പൂരിലെ നാഷണൽ ഫയർ സർവീസ് കോളേജ്. അവിടെ ബിടെക് ജെഇ മെയിൻ വഴിയാണ് അഡ്മിഷൻ. അതുപോലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂനെയിൽ ആർമി പേഴ്സൺസിന് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ജെഇ മെയിൻ വഴിയാണ്. അതുപോലെ IIT മണ്ടി നടത്തുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം ഉണ്ട്. ശരിക്കും ഓർത്ത് വെക്കുക, MBA പ്രോഗ്രാം ആഫ്റ്റർ 12th പോകാൻ പറ്റിയ ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം അറ്റ് IIT മണ്ടി. അത് നമുക്ക് ജെഇ മെയിൻ വഴിയാണ്. അതൊരു മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്, പക്ഷേ അതിൻ്റെ അഡ്മിഷൻ ജെഇ മെയിൻ വഴിയാണ്. അതുപോലെ
ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു താരതമ്യേന പുതുതായ ഒരു പ്രോഗ്രാം ഉണ്ട്. അവിടെ വേറെ പ്രോഗ്രാം ഉണ്ട്, പിന്നെ സയൻസും ബി മാത്സും ബി സ്റ്റാറ്റും ഒക്കെ ഉണ്ട്. അതിന് അവരുടെ എൻട്രൻസ് ആണ്. പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഡാറ്റാ സയൻസിൽ ബാച്ചുലർ പ്രോഗ്രാമിന് ജെഇ മെയിൻ വഴിയാണ്. അതുപോലെ ഇൻസ്പെർഷി സ്കോളർഷിപ്പ് എന്നൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് ജെഇമെയിൽ നല്ല സ്കോർ ഉള്ളവർ അത് പരിഗണിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിഫ്റ്റം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, 2 ക്യാമ്പസാണ്, തഞ്ചാവൂരും സോനിപ്പേട്ട ഹരിയാനയിലാണ്. അവിടെ ബിടെക് ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് ജെഇ മെയിൻ അടിസ്ഥാനത്തിലാണ് പ്രവേശനം എന്ന് ഓർക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ജെഇ മെയിൻ വഴിയുള്ള ഒരു അഡ്മിഷനാണ് ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റി. ഡൽഹി ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റിയിലെ ചില കോളേജസ് ബിടെക് പ്രോഗ്രാം ഉണ്ട്. ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടുത്തെ ബിടെക് പ്രോഗ്രാം ഉണ്ട്. നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഉണ്ട്. അതുപോലെ ഇന്ദിരാഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ വിമൺ ഉണ്ട്. അതുപോലെ ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഈ 4 സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റി, ഡൽഹി ജോയിന്റ് അഡ്മിഷൻ കമ്മിറ്റി വഴിയാണ് ഇങ്ങോട്ടുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ജെഇ മെയിൻ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവേശനം എന്നുള്ളത് ഓർക്കുക. ഇനി ജെഇ മെയിൻ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ വേണ്ടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ജെഇ അഡ്വാൻസിനുള്ള ഒരു പ്രവേശന മാനദണ്ഡം കൂടിയാണ് ജെഇ മെയിൻ. എന്ന് വെച്ചാൽ ജെഇ മെയിനിൽ നല്ല സ്കോർ വാങ്ങുന്ന 2.5 ലക്ഷത്തിന് മുകളിൽ റാങ്ക് മേടിക്കുന്ന ഇന്ത്യയിൽ നിൽക്കുന്നവർക്കാണ് ജെഇ അഡ്വാൻസ് എക്സാം എഴുതാൻ പറ്റുക. അങ്ങനെ ജെഇ എക്സാം അഡ്വാൻസ് എക്സാം വഴി നമുക്ക് പോകാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജെഇ അഡ്വാൻസിലാണ് റാങ്ക് മേടിക്കേണ്ടത്. അപ്പോൾ ജെഇ അഡ്വാൻസ് നമുക്ക് നേരിട്ട് പോയി അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പരീക്ഷയല്ല. അത് ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്കാണ് ജെഇ അഡ്വാൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്രാവശ്യം ജെഇ അഡ്വാൻസ് മെയ് 26-ന് വരുമെന്നാണ് പറയപ്പെടുന്നത്. അത് കൃത്യമായ ഡേറ്റ് ഫിക്സ് ആക്കിയില്ല, ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. ഏപ്രിൽ ലാസ്റ്റോട് കൂടി അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഫീസ് കഴിഞ്ഞ വർഷമൊക്കെ 3000 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് എക്സാം സെൻറ്ററുകൾ ജെഇ മെയിനിന് അഡ്വാൻസിന് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ കഴിഞ്ഞ വർഷം അബുദാബിയിലൊരു സെൻറ്റർ ദുബായിലൊരു സെൻറ്റർ ഉണ്ടായിരുന്നു. അല്ല, UAE-യിൽ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു, അബുദാബിയിൽ. അതുപോലെ നേപ്പാളിലും സെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ജെഇ അഡ്വാൻസ് വഴി നമുക്ക് പറഞ്ഞു IITകളിലെ ബിടെക് പ്രോഗ്രാം ഉണ്ട്, BS പ്രോഗ്രാം, ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാം ഉണ്ട് IITകളിൽ, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു NITയിലെ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിന് പോകണമെങ്കിൽ ജെഇ മെയിൻ്റെ പേപ്പർ 2 ആണ് എഴുതേണ്ടത്, പേപ്പർ 2A അല്ലേ. എന്നാൽ IITകളിലെ ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ പ്രോഗ്രാമിന് പോകണമെങ്കിൽ ജെഇ മെയിൻ പേപ്പർ 1 എഴുതി 2.5 ലക്ഷത്തിനുള്ളിൽ പെട്ട് ജെഇ അഡ്വാൻസും എഴുതിയതിന് ശേഷം IITയിലെ ആർക്കിടെക്ചറിന് എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ മാത്രമാണ് BArch പ്രോഗ്രാമിന് നമുക്ക് IITയിൽ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ IITയിലും NITയിലും BArch പ്രവേശനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഡുവൽ ഡിഗ്രി ഉണ്ട്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയും ഡുവൽ ഡിഗ്രിയും തമ്മിൽ കൺസെപ്റ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഡുവൽ ഡിഗ്രി MS BS ഡിഗ്രിയും ഉണ്ട്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് MTech ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് MSc ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ IITസിലുണ്ട്. അതിന് വേണ്ടത് ജെഇ അഡ്വാൻസ് ആണ്. ഇപ്പോൾ IITയിലുള്ള ഒരു പ്രോഗ്രാമാണ് BS ഇൻ എക്കണോമിക്സിൽ ബാച്ചലർ ഓഫ് സയൻസ് പ്രോഗ്രാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, എക്കണോമിക്സ് പഠിക്കണം അല്ലേ. എന്നാൽ +2-ന് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഉള്ള സ്ട്രീം പഠിച്ച് ജെഇ മെയിനിൽ 2.5 ലക്ഷത്തിൽ പെട്ട് ജെഇ അഡ്വാൻസ് എഴുതി അവിടെ നല്ല റാങ്ക് ഉള്ളവർക്കാണ് എക്കണോമിക്സ് പഠിക്കാൻ അവസരമുള്ളത് IITയിൽ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ നമ്മൾ ആലോചിക്കാത്ത കുട്ടികൾ, വേണത്തിൽ മനസ്സിലാക്കാത്ത ചില കരിയർ മേഖലകളാണ്. അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജെഇ അഡ്വാൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, 2 പേപ്പറാണ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ജെഇ അഡ്വാൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ JEADV.ac.in എന്ന വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസും ബാക്കി വിശദ വിവരങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഓർക്കുക. പിന്നെ ജെഇ അഡ്വാൻസ് അടിസ്ഥാനത്തിൽ IITയിലേക്ക് മാത്രമല്ല IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ജെഇ അഡ്വാൻസ് വെച്ച് അഡ്മിഷൻ നടത്താറുണ്ട്. അതുപോലെ IIST തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സ്പേസ് സയൻസിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏഷ്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയുള്ള പ്രോഗ്രാമിന് നമുക്ക് അഡ്മിഷൻ ജെഇ അഡ്വാൻസ് വഴിയാണ്. അതുപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളിപ്പോൾ പറഞ്ഞ റായ്ബറേലിയിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നമുക്ക് ജെഇ അഡ്വാൻസ് വഴി അഡ്മിഷൻ കിട്ടും എന്നുള്ളത് ഓർക്കുക. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി, RGIPT എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണം, അവിടെയും നമുക്ക് ജെഇ അഡ്വാൻസ് വഴിയാണ് അഡ്മിഷൻ. ബിടെക് ഇൻ കെമിക്കൽ, പെട്രോളിയം എഞ്ചിനീയറിംഗ് എല്ലാം പഠിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത് ഓർക്കുക.
പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞു തിരുവനന്തപുരത്ത് അവിടെയുള്ള കോഴ്സുകൾ ബിടെക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ബിടെക് പ്ലസ് MS ഓർ MTech. പിന്നെ വളരെ ചെറിയ ഫീസിൽ നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. അതുപോലെ അവിടെ കോഴ്സ് പൂർത്തിയാക്കുന്ന പല കുട്ടികളെയും ISROയിലേക്ക് പ്ലേസ്ഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ട്. ISROയിലേക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. IISTയിൽ പഠിച്ചാൽ ഒന്ന് ഓർക്കുക. അതിൻ്റെ അഡ്മിഷൻ JEE അഡ്വാൻസ് അടിസ്ഥാനത്തിലാണ്. JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത് IISTക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്കാണ് IISTയിൽ അഡ്മിഷൻ കിട്ടുക. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുക. പിന്നെ നമ്മൾ പറഞ്ഞു IITs നമുക്ക് 23 IITsകളാണ്. 18,000 മേലെ സീറ്റുകളാണ് ഇന്ത്യയിൽ മൊത്തം ഉള്ളത്. ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ഖരഗ്പൂറാണ്. IIT ഖരഗ്പൂരിലാണ്, കൽക്കത്തയിലാണ് IIT ഖരഗ്പൂർ. അവിടെ പിന്നെ വെസ്റ്റ് ബംഗാളിലാണ് IIT ഖരഗ്പൂർ. അവിടെ ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. അതുപോലെ IIT പാലക്കാടാണ് കേരളത്തിലുള്ള IIT എന്ന് പറയുന്നത്. ബെസ്റ്റ് IITs നമുക്കറിയാം IIT മദ്രാസ്, IIT ബോംബെ, IIT ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹത്തി, ഹൈദരാബാദ് ഇങ്ങനെയുള്ള IITs ആണ് പോപ്പുലറായ IITs. മൊത്തം 23 IITs ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും പോപ്പുലറായി പറയാവുന്ന IIT മദ്രാസ്, ബോംബെ, ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹത്തി. ഓക്കെ. പിന്നെ IITs സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ IIT ഖരഗ്പൂർ 1800 സീറ്റ് ഉണ്ട്. IIT വാരണാസിയിൽ 1400, IIT ബോംബെയിൽ 1360, IIT ഡൽഹി 1200, IIT റൂർക്കി 1250, കാൺപൂർ 1050. അങ്ങനെ ആണ് സീറ്റുകളുടെ എണ്ണം ഉള്ളത് UG കോഴ്സുകൾക്ക് കേട്ടോ. ഇനി ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞ IITയിൽ ആർക്കിടെക്ചർ കോഴ്സിന് പോകണമെങ്കിൽ JEE മെയിൻ അപ്ലൈ ചെയ്യണം. അതിനുശേഷം JEE അഡ്വാൻസ് എഴുതണം. അതിനുശേഷം IAT എന്ന് പറയുന്നത് AAT എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് വഴിയാണ് നമ്മൾ IIT 3 IITsലാണ് BArch പ്രോഗ്രാം ഉള്ളത്. ഖരഗ്പൂർ ഉണ്ട്, റൂർക്കി ഉണ്ട്, അതുപോലെ IIT വാരണാസി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ 3 സ്ഥലത്താണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അതിന് JEE മെയിൻ എഴുതിയതിന് ശേഷം JEE അഡ്വാൻസ് പോകണം. അതിനുശേഷം ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് റാങ്കൊന്നുമില്ല. JEE അഡ്വാൻസിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, പക്ഷേ അത് ക്വാളിഫൈ ചെയ്യണം. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. JEE അഡ്വാൻസ് മെയിൻ പരീക്ഷ എഴുതിയാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് ഉള്ളതെന്ന്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി ജോസ എന്ന് പറയുന്ന ഒരു ട്രാക്ക് വഴിയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കുക. IITsഉം IITsൽ അഡ്മിഷൻ JEE അഡ്വാൻസ് റാങ്ക്, NITsഉം IIITsഉം മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ IEST പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ജോസ വഴിയാണ് അഡ്മിഷൻ നോക്കുക. ഈ JEE മെയിൻ വഴിയാണ്. എല്ലാം നമുക്കുള്ളത് ജോസ വഴിയാണ്. അപ്പോൾ ജോസയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സാധാരണ പലപ്പോഴും JEE മെയിൻ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന കുട്ടികൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആശയക്കുഴപ്പത്തിൽ ഉണ്ടാവാറുണ്ട്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണം. അവർ മനസ്സിലാക്കേണ്ട സ്കോർ കിട്ടിയതിന് ശേഷം ജോസ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുറക്ക് 600ഓളം പ്രോഗ്രാമുകളാണ് NITയിലും IITയിലും IIIT എല്ലാം കൂടിയിട്ട് അവിടേക്ക് നമുക്ക് ജോസ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ജോസയുടെ വെബ്സൈറ്റാണിത്, ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി. അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഓപ്ഷൻസ് 6 ഘട്ടങ്ങളിലായിട്ടാണ് അതിന് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുക. ഓരോ സീറ്റുകൾ IITയിൽ സീറ്റ് 1860, NITയിൽ 24,000 സീറ്റുണ്ട്, IIITയിൽ 9,000 മേലെ സീറ്റുകളുണ്ട്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 10,000 മേലെ സീറ്റുകളുണ്ട്. പിന്നെ ജോസ NIT കാലിക്കറ്റിൻ്റെ ക്ലോസിംഗ് റാങ്ക് നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ കമ്പ്യൂട്ടർ സയൻസിൽ ആൾ ഇന്ത്യ കോട്ടയിൽ 4,900 ആണ്. അതുപോലെ ഹോം സയൻസ് ആണ് കേരളത്തിലുള്ള കുട്ടികൾക്കുള്ള അവിടെ 8,000-ലേറെ റാങ്കുള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഈ ജോസേൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ക്ലോസിംഗ് റാങ്കും ഓപ്പണിംഗ് റാങ്കും ഒക്കെ കിട്ടാൻ മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എത്രയാണെന്നൊക്കെ അത് നോക്കിയാൽ കിട്ടും. അതുപോലെ IIT പാലക്കാട് ക്ലോസിംഗ് റാങ്ക് നമുക്ക് സൈറ്റിലുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ IIIT കോട്ടയത്തിലെ ലാസ്റ്റ് റാങ്ക് ഉണ്ട്. ഇങ്ങനെ ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയിൽ സൈറ്റിൽ പോയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ലഭ്യമാവും ഓർക്കുക. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് CSAP, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ രൂപം. അത് NIT കാറ്റഗറിയിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ ജോസ അലോട്ട്മെൻറ്റിന് ശേഷമാണ് CSAP അലോട്ട്മെൻറ്റ് ഉണ്ടാകുക എന്നുള്ളത് ഓർക്കുക. പിന്നെ മറ്റൊരു അലോട്ട്മെൻറ്റ് രീതിയാണ് DASA, ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ സ്റ്റുഡൻറ്റ് അബ്രോഡ്. അത് കേരളത്തിലെ കുട്ടികൾക്കല്ല, വിദേശ രാജ്യങ്ങളിൽ പഠിച്ച +2 ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഒരു റിസർവേഷൻ പോലെ ഉള്ളൊരു പരിപാടിയാണ്. അവർക്ക് NITയിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ, IITയിലൊന്നുമില്ല, മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ഒരു രീതിയാണ് DASA. അതിന് 75% മാർക്ക് വേണം. അങ്ങനെയുള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടുക. അതിന് BTechന് 4,000-ഓളം സീറ്റ് ഉണ്ട്. അതുപോലെ PGക്ക് 1,300 സീറ്റും ഉണ്ട്. JEE മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. JEE മാർക്ക് പക്ഷേ സാധാരണ ജോസയിലുള്ള അത്ര റാങ്ക് ഇല്ലെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, JEE മെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഒത്തിരി വേഗത്തിൽ പോയോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ചോദ്യോത്തര സെഷനിലേക്ക് പോവാം എന്നാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആ പോയിന്റ് ഒന്ന് ക്ലാരിറ്റി തന്നാൽ നന്നാവും. Firoz bhai, it was a highly useful
session, and Thank you, sir. people like me got a lot of enrichment and Thank you, sir. updations, okay, from Thank you. your selfless effort. Thank you, sir. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്തായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും മെസ്സേജ് വന്നതുണ്ടോ? അല്ലെങ്കിൽ ഹലോ സർ. യെസ് സർ, പറഞ്ഞോളൂ. സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അഫ്സർ ബാബു, ഹയർ പറഞ്ഞു. സെക്കൻഡറി അധ്യാപകനാണ്. പൊതുവെ Yes, sir. സാധാരണ സ്കൂളുകളിൽ ഇപ്പോൾ +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 തരത്തിലുള്ള കൺഫ്യൂഷനാണ് ഉണ്ടാവാറുള്ളത്. Yes, sir. പറയൂ. ഒന്ന്, അവര് +2വിന്റെ കൂടെ തന്നെ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഈ ടെസ്റ്റ് എൻട്രൻസ് എഴുതണോ, അതോ ഒരു വർഷം +2 ബോർഡ് എക്സാം നന്നായിട്ട് എക്സൽ ചെയ്തതിന് ശേഷം ഒരു വർഷം നന്നായി കോച്ചിങ് ഒക്കെ ചെയ്ത് എഴുതണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർ ഈ ജാനുവരിയിലുള്ള ഈ എൻട്രൻസിന് എഴുതുമ്പോൾ അവർക്കൊരു അവസരം നഷ്ടാവൂലേ വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാതെ? അപ്പൊ പലപ്പോഴും അവർ ഈ ജാനുവരിയിലുള്ളത് അവർ അപ്പിയർ ചെയ്യാറില്ല, അതിനുശേഷം വരുന്നതിനാണ് പ്രിപ്പയർ ചെയ്യാറ്. എന്താണ് ഇതിന്റെ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് സാധാരണ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ളത്? ഓക്കെ, അതിൽ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് പറഞ്ഞാൽ അത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്, ഒരു തീരുമാനമാണ് അതിലുണ്ടാകുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജെഇ നല്ല മാർക്ക് വാങ്ങിച്ച, സ്കോർ വാങ്ങിച്ച, റാങ്ക് ഒക്കെ വാങ്ങിച്ച കുട്ടികളുടെ ഒരു ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുമ്പോൾ പലരും നല്ല സ്കോർ വാങ്ങിച്ച പല ഓൺ ഗോയിങ് സ്റ്റുഡൻസിനെ നമ്മൾ കാണാൻ പറ്റും. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മാർക്ക് വാങ്ങിച്ച കുട്ടികളെ കാണാൻ കഴിയും. ഓഫ് കോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാലിബർ ആൻഡ് കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. തിരിച്ചും എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് ജെഇക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് +2ന് 75% മാർക്ക് വാങ്ങാൻ കഴിയാതെ ദാസാക്കോട്ടയിൽ അഡ്മിഷൻ കിട്ടാതെ പ്രയാസപ്പെട്ട എൻ്റെ ഒരു കുട്ടി, ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അത് വളരെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള തീരുമാനമാണ്. ഓരോരുത്തരുടെയും ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ എന്നുള്ള രീതിയിലേക്ക് അത് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഒരു തവണ അത് ട്രൈ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സാറ് പറഞ്ഞ ഒരു ചാൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് മനസ്സിലായില്ല, എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്ന്. ഇപ്പം +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് ജനുവരിയിൽ പൊതുവേ നല്ല സ്കോർ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനുവരി എക്സാം നമുക്ക് ഒന്ന് തറവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജനുവരി എക്സാമിന് ഒരു കുറച്ച് ഡീപ്പർ ലെവലിൽ പ്രിപ്പറേഷൻ നടത്താൻ ആൾറെഡി അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി വെൽ ഇൻ അഡ്വാൻസ് പ്രിപ്പറേഷൻ നടത്തിയ ആളുകൾക്ക് അത് ഉപകാരപ്പെടുമായിരിക്കും. അതും ഒരു ഓപ്ഷനാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് എന്തുകൊണ്ട് 2 തവണ ട്രൈ ചെയ്തുകൂടാ? ഇപ്പം ഏപ്രിൽ എഴുതുന്ന ആളാണെങ്കിൽ പോലും എക്സാമിൻ്റെ ഒരു രീതി മനസ്സിലാക്കാനും അവരുടെ ഷോർട്ട് കമ്മിങ്സ് എന്താണ്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ, അതിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ? ചാൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ചാൻസ് നഷ്ടപ്പെടുന്ന ഒരു ഇഷ്യൂ അതിലില്ലല്ലോ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി കരിയർ ഗൈഡുമാർ നാസർ മാഷുണ്ട്, അൻവർ സാറൊക്കെ ഉണ്ട്. അപ്പം ബാക്കി ഞാൻ എല്ലാവരും കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് കണ്ടവർ പേര് മാത്രം പറഞ്ഞാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ, ആഡ് ചെയ്താൽ കുറേ കൂടി ഒരു ക്ലാരിറ്റി വരും. അൻവർ സാറെ നിങ്ങളൊന്ന് പറയോ, നാസർ മാഷ് ഒന്ന് പറയോ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഫിറോസ് സാറേ, എൻ്റെ അഭിപ്രായത്തിലും ആദ്യത്തെ സെഷൻ എഴുതുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല, വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെഷനിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് ജെഇ അഡ്വാൻസ്ഡിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞിട്ട് ജെഇ അഡ്വാൻസ്ഡിന് കുറച്ച് സമയം കിട്ടും. അപ്പോൾ ഒരു കുട്ടി ഒരു 99% മുകളിലൊക്കെ ജെഇ മെയിൻ ഫസ്റ്റ് സെഷൻ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ജെഇ മെയിനെ കുറിച്ച് ആലോചിക്കേണ്ടതല്ലോ. ആ കുട്ടിക്ക് അപ്പം 3-4 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ജെഇ അഡ്വാൻസ്ഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വണ്ടർഫുൾ പോയിന്റ് ആണ്. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഈ വർഷം കിട്ടാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യമൊക്കെ എഴുതുകയാണെങ്കിൽ തന്നെ അവർക്ക് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് തീരുമാനം എടുക്കാനും ഇത് സഹായിക്കും. അതായത് ഈ പ്രാവശ്യം 2 തവണ എഴുതി കഴിഞ്ഞാൽ ഏകദേശം ആ കുട്ടിക്ക് ഞാൻ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ പറ്റും. അതിപ്പോൾ നീറ്റിൻ്റെ കേസിലൊക്കെ നമ്മൾ പറയുന്നതാണല്ലോ. നീറ്റും ഈ പിന്നെ ഓൺഗോയിങ് ആയിട്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് ഏകദേശം ഒരു കിട്ടാനുള്ള റാങ്കൊക്കെ അതിൻ്റെ അടുത്തൊക്കെ എത്തുന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതിയല്ലോ. പല കുട്ടികളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് പലപ്പോഴും എവിടെ എത്താതായി പോകുന്നുണ്ട്. ഒരു വർഷം വെറുതെ നഷ്ടപ്പെടുകയും ചെയ്യാനോ ഒന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ അവരുടെ കഴിവുകൾ അവർക്ക് വിലയിരുത്താൻ തന്നെ ഈ 2 സെഷനും എഴുതുന്നത് വളരെ നന്നാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹലോ ഫിറോസ് ഭായ്, അൻവർ ഭായ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. കാരണം ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ കുട്ടിക്ക്
പാറ്റേൺ പരിചയപ്പെടാൻ പറ്റും. കുട്ടിയുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചും പ്രിപ്പറേഷനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടും. അപ്പം ഇനി മുന്നോട്ട് പോകണോ പോകണ്ടേ എന്ന് +2 കൂടെ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവും എന്നാണ് യെസ്, എൻ്റെ അഭിപ്രായം. കറക്റ്റ് സർ, താങ്ക് യു. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു 100% കറക്റ്റായിട്ട് അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. ഓരോരുത്തർ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചിലപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അത് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് കുട്ടികളാണ് അല്ലേ സർ? ഇത് എല്ലാവരും ഏറെക്കുറെ ബോധവാന്മാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പരീക്ഷ അപ്ലൈ ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ഒരുപാട് വീഡിയോസും എല്ലാം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്ലാരിറ്റി വേണ്ടി വരില്ലാന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കരിയറുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും. ഒരു ഹമീം ജഫർ റൈസ് ഹാൻഡ് ഉണ്ട്, പുള്ളി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ. ഒരു ക്വസ്റ്റ്യൻ മെസ്സേജ് വന്നിരുന്നു. സോ ഡു വി നീഡ് ടു അറ്റൻഡ് JEE മെയിൻ ടു ഗെറ്റ് അഡ്മിഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്? അതാണ് ചോദ്യം. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും JEE മെയിൻ വഴി അല്ല അഡ്മിഷൻ. ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ നമുക്ക് JEE മെയിൻ വഴി അപ്ലൈ ചെയ്യാം. എന്നാൽ JEE മെയിൻ അല്ലാതെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയും എഞ്ചിനീയറിംഗ് അഡ്മിഷൻ അവസരമൊരുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും അവരുടെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി നമുക്ക് ഇങ്ങനെ പോകാനുള്ള അവസരമുണ്ട്. എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ജാമ്യയിൽ ബിടെക് പ്രവേശനം JEE മെയിൻ വഴിയാണ് എന്നുള്ളതൊന്ന് കൂട്ടിവയ്ക്കാം. അല്ല സാർ, ജാമ്യയിൽ നമുക്ക് CUT വഴി ബിടെക് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല, CUT വഴി ജാമ്യയിൽ ബിടെക് അഡ്മിഷൻ ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല. അത് ജാമ്യ ശരിക്കും അവരുടെ എൻട്രൻസ് വേറെ നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ജാമിയ മില്ലിയ CUT വഴി കൊടുക്കുന്ന കോഴ്സുകളുണ്ട്, അവരുടെ എൻട്രൻസ് വഴി കൊടുക്കുന്ന കോഴ്സുകളുണ്ട്, JEE മെയിൻ വഴി കൊടുക്കുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ JEE മെയിൻ വഴിയാണ് ജാമിയയിലെ ബിടെക് അഡ്മിഷൻ, ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ ബിടെക് അഡ്മിഷൻ. CUT വഴി ഉള്ളത് അവിടുത്തെ BA ഓണേഴ്സ് തുർക്കിഷ്, കൊറിയൻ, പെർഷ്യൻ, ഉറുദു, ഹിന്ദി, സംസ്കൃത്, ഫ്രഞ്ച് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെയാണ് CUT വഴിയിൽ. പിന്നെ ജാമിയ മില്ലിയ എൻട്രൻസ് വഴി അവരുടെ ജേർണലിസം പോലുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ അവരുടെ JMIൻ്റെ എൻട്രൻസ് തന്നെയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത്. ജാമിയ അലിഗറും സെപ്പറേറ്റ് എൻട്രൻസ് നടത്തി കുറേ കോഴ്സുകളുടെ അഡ്മിഷൻ അങ്ങനെ നടക്കുന്നുണ്ട് കേരളത്തിൽ. പിന്നെ ഇനി ഈ വർഷം എങ്ങനെയായിരിക്കും നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല. പക്ഷേ JEE മെയിൻ തന്നെ ആയിരിക്കും എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും JEE മെയിൻ അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Anyway, Firoz bhai, as I pointed out earlier, look Uh-huh. forward to you for more updates, because you are all the time you are alert, okay, and you're updating, okay. So Thank people you, like sir. me, okay, with the busy professional life, okay, are getting a lot of inputs from your sessions, and look forward to you for more updates in Thank coming you, sir. days. Thank you, sir. സർ, വൺ മോർ തിങ്. ജപ്പാനിൽ പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് മെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന 2 കുട്ടികൾ ഇപ്പോൾ ഈ സാറിന്റെ ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറിന്റെ ഒരു ധാരണ വെച്ച് ഒന്ന് അവർക്ക് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ജപ്പാനിലെ സ്കോളർഷിപ്പ് ഇപ്പൊ ഏത് കോഴ്സിനാണ് അവർ പഠിക്കുന്നത്? ഇപ്പൊ +2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ജപ്പാനീസ് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ അവിടെ പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ടല്ലോ. മെക്സ്റ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, അതുപോലെ ജാസോ സ്കോളർഷിപ്പ്, അങ്ങനെ സ്കോളർഷിപ്പ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ വേറെ ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് സ്കോളർഷിപ്പാണ് അത്. ട്യൂഷനും അതുപോലെ ട്രാവലും ഒക്കെയുള്ള മന്ത്ലി സ്റ്റൈപ്പൻഡ് പോലെയുള്ള ഒരു പരിപാടിയാണ് മെക്സ്റ്റ് സ്കോളർഷിപ്പ് അല്ലേ. അപ്പം അതിൽ മാസ്റ്റർ പ്രോഗ്രാമും UGക്കും PGക്കും അതുപോലെ PhDക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ജപ്പാനീസ് എംബസി വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അവർക്ക് എന്താണ് വളരെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇന്ത്യയിലെ ജപ്പാനീസ് എംബസി വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പല ആളുകളും അതുവഴി പോയത് നമുക്കറിയാം. നാട്ടിലും ഗൾഫിലും ഉള്ള പല കുട്ടികളും മെക്സ്റ്റ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച്, ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ എയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അത്ര അവെയർ അല്ല, അത്ര അപ്ഡേറ്റഡ് അല്ല. അൻവർ സാറോ നാസർ മാഷ് ആരെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ നന്നായിരുന്നു.
7 ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് അങ്ങനെ എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് കൂടുതലല്ല. ഈ സ്റ്റുഡൻസ് ഒന്ന് അവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സംസാരിക്കും അവർക്ക്. അഫ്സർ സാറേ, എന്താ കുട്ടികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർക്ക് അറിയേണ്ടത്, എങ്ങനെയാ, എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആ കുട്ടികൾ ചോദിക്കോ? ഇതിലുണ്ട് അഭിരാം ആൻഡ് ധീരജ് രണ്ടുപേര് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് എന്നോട് വന്ന് പറഞ്ഞിരുന്നു നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യണം, അതിന് ആ വഴിക്കാണ് ഹയർ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ല, അവർ പറഞ്ഞിരുന്നു. ഏതുവരെയാണ് അവർ എത്തി? നീരജ് പിന്നെ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ നീരജ്. സാർ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി അറിയാനായിരുന്നു. നിങ്ങളിപ്പോൾ ഏതുവരെ എത്തിയത്? എന്താണ് എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നോ? ജപ്പാനീസ് എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കുറച്ചും കൂടി ആ. ഡീറ്റെയിൽ ആയി അറിഞ്ഞിട്ട് ചെയ്യാച്ചിട്ടാണ്. അല്ല, അറ്റ്ലീസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഓരോ വർഷമുള്ള ഗൈഡ് ലൈൻസ് ജപ്പാനീസ് എംബസിയിലാണ് അവൈലബിൾ ആവുക. ഐ മീൻ ഇന്ത്യയിലുള്ള ജപ്പാനീസ് എംബസി. അപ്പോൾ നിങ്ങൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ആദ്യം നടത്തേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഓരോ വർഷവും ഓരോ നാഷണാലിറ്റീസിനുള്ള എണ്ണത്തിൽ പോലും അത് ഒരു എണ്ണം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യക്കാർക്ക് ഓരോ വർഷം എത്ര കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ അത് എത്രയാണ് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജപ്പാനീസ് എംബസിയുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുന്നത് നന്നാവും. അത് അവരുടെ ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അക്കാഡമിക്സ് ഓഫ് കോഴ്സ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമുക്ക് +2 എക്സാമിന് എത്ര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നല്ല രീതി. നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാ? അതെ, +2 പഠിച്ചുകൊണ്ടിരിക്കും. +2. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ജപ്പാനീസ് എംബസിയായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ +2 മാർക്ക് നല്ല രീതിയിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. അക്കാഡമിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പിന്നെ ജപ്പാനീസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒരു ക്രൈറ്റീരിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടാണ് എനിക്കൊന്ന് പരിശോധിച്ച് പറയണം. എൻ്റെ അറിവിൽ ജപ്പാനീസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പഠിക്കുന്നുണ്ടോ? ജപ്പാനീസ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ ശ്രമിച്ചോണ്ടുണ്ട്. ആ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ജപ്പാനീസ് ലാംഗ്വേജിലെ പ്രൊഫിഷ്യൻസിയും നിങ്ങളുടെ +2ൻ്റെ മാർക്കും പിന്നെ ബാക്കിയുള്ള അക്കാഡമിക് എക്സ്ട്രാ കരിക്കുലർ ട്രാക്ക് റെക്കോർഡൊക്കെയാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. ജപ്പാനീസ് എംബസിയുമായിട്ടാണ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ശ്രമിച്ച് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കതിൽ വളരെ ബേസിക് ഒരു ഹൈ ലെവൽ ഇൻഫർമേഷൻ എന്ന് എനിക്ക് പറയാനുള്ളത്. വേറെ ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടി പരിശോധിക്കണം. അതാണ് എനിക്ക് അതിൽ കൊടുക്കാനുള്ളൊരു ഇൻപുട്ട്. ഓക്കെ സാർ, താങ്ക് യു. ഇനി വൈൻഡപ്പ് ചെയ്താലോ? ഇത് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വർക്കിംഗ് ഡേ ആണ്, ഞായറാഴ്ച ആണെങ്കിലും. ഓ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. ശരി, ഓക്കെ, താങ്ക് യു. ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, ശരി, Thank you so much. It was highly insightful. Thank you so much, sir. താങ്ക് യു.